ഉമ്മ എടുക്കണോ? അംഗൻവാടി പോകുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇച്ചുവിന് അംഗൻവാടിയിൽ പ്രവേശനോത്സവത്തിന്റെ അന്ന് എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ ഇത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങ് വിട്ടുപോയി. ഇത് പ്രവേശനോത്സവം കഴിഞ്ഞ് അംഗൻവാടിയിലും 2-3 ദിവസം പോയി പനിയും പിടിച്ച് ഇപ്പൊ ഇച്ചു വീട്ടിലിരിപ്പാ. എന്തായാലും എടുത്തല്ലേന്ന് വെച്ച് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കുട്ടി വീഡിയോ കേട്ടോ. അംഗൻവാടിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അവന് വലുതാവുമ്പോഴും അവന് കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാട്ടോ. ഫസ്റ്റ് ചെന്നിരുന്നപ്പം തന്നെ അവിടെ ഇങ്ങനെ ബലൂണും ഓരോ ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കുക. കുട്ടികളെയൊക്കെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഇച്ചുവിന്റെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് എടുത്ത് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഫസ്റ്റ് ടൈം ഉള്ള അവന്റെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഈ വീഡിയോയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അംഗൻവാടിയിലേക്ക് 4 കുട്ടികൾ പുതിയതായിട്ട് പ്രവേശനോത്സവത്തിനുണ്ടായിരുന്നു. അപ്പോൾ 4 കുട്ടികൾ, മൊത്തത്തിൽ 6 കുട്ടികളാട്ടോ. അങ്ങനെ 4 കുട്ടികളിൽ ഒന്ന് എൻ്റെ ഇച്ചു ആണ്. അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ അംഗൻവാടി കഴിഞ്ഞ് സ്കൂളിലേക്കും പോകുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ എണ്ണം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ പെട്ടെന്ന് വളരുവാന്നല്ലോ പിള്ളേർ എന്നൊരു ചെറിയ സങ്കടമുണ്ട്. നല്ല രസമായിരുന്നു അവൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രവേശനോത്സവം ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ബുക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുട്ടികളെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാ ടിച്ചുവിന് കൊടുത്ത് ഗിഫ്റ്റ് ആട്ടോ. അപ്പം അത് അവനെ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞ് അവനെ ബാഗിലൊക്കെ ആക്കി അങ്ങനെ ഇരുത്തി. അപ്പം തന്നെ പൊട്ടിക്കാനുള്ള ഭയങ്കര ഇത് നിൽക്കുമായിരുന്നു. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്കും വെള്ളമൊക്കെ കൊടുത്ത് അതും എല്ലാവരും കഴിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ അവൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പം അംഗൻവാടിയിലൊക്കെ ആയി അവൻ്റെ ലോകം കുറച്ചും കൂടെയൊക്കെ വലുതാവുക, പുതിയ പുതിയ ആൾക്കാരെ കാണും, ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ തനിയെ ചെയ്യും. അപ്പൊ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു സങ്കടമുണ്ട്. കേക്കൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറെ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ബലൂൺ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബലൂണൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിപ്പായിരുന്നു. കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് സമയമൊക്കെ പോയി. ഇച്ചു ഇനി വീട്ടിൽ വന്നിട്ട് അവന് കിട്ടിയ ഗിഫ്റ്റ് എന്തുവാന്ന് പൊട്ടിച്ച് നോക്കുക കേട്ടോ. അതിനകത്തൊരു ബുക്കും പെൻസിലും ക്രയോണും കട്ടറും ഇറേസറും ആയിരുന്നു ഉണ്ടായിരുന്നത്. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് അവൻ്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷം. പെൻസിൽ ഇട്ടപ്പോൾ ഇതുപോലൊരു പെൻസിൽ അവൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. അത് അവൻ എന്ത് ചെയ്യുന്ന എൻ്റെ അടുത്ത് ചോദിക്കുക. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മുഖത്ത് എല്ലാം കിട്ടിയതിൻ്റെ. എന്തോ കട്ടറ് ഇറേസർ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.